ഹലോ അമ്മ പറ. മോനെ ആടെ എത്തിയാ? ഞാനിവിടെ എത്തി. ചായ കുടിച്ചാ? ചായ കുടിച്ചു. ഒന്ന് വിവരം അറിയണ്ടീട്ട് വിളിച്ച് നോക്കിയതാന്ന്. ശരി അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. ശോഭേച്ചേ, നിങ്ങൾ ആരെയും വിളിച്ചോണ്ടിരിക്കുന്നിങ്ങനെ? അത് മോനെ ഒന്ന് വിളിച്ചു നോക്കിയതാന്ന്. മഴയല്ലല്ലേ, ആടെ എത്തിയാന്നറിയാൻ വിളിച്ചതാ. എന്നാ ശരിയാ. സാറ് പുതിയ ഫോണെല്ലാം വാങ്ങിച്ചാ? സാറിനെന്താപ്പാ ശമ്പളം കൂടിയില്ലേ? ശമ്പളം കൂടിയോണ്ടൊന്നല്ല, അമ്മക്ക് കുടുംബശ്രീന്ന് ലോണ് കിട്ടീന്. ആ പൈസ കൊണ്ട് അമ്മ വാങ്ങി തന്നതാ. സാറിന്റെ ഒരു ഭാഗ്യേ. ഹലോ അമ്മ. മോനെ, ചോറ് കഴിച്ചാ? ഇല്ല അമ്മ, ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചോളാം. അമ്മ കഞ്ഞി കുടിക്കലാന്ന്. മോന് ഇഷ്ടപ്പെട്ട കറിയയിൽ വെച്ചിട്ടുണ്ടേ. എൻ്റെ അമ്മയെ ഞാൻ കഴിച്ചോളാം. അമ്മ ഈ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോട്, കണക്കിന് നല്ല തിരക്കിലുള്ളത്. സാറേ, ഫുഡിന്ന് എന്താ വയ്ക്കാന്നേ? വേണ്ടടാ, അമ്മ നിനക്ക് ചോറ് തന്നോട്ടുണ്ട്. എപ്പോഴും അമ്മേന്റെ ചോറല്ലേ ഇന്ന് ഒരു ദിവസം ബിരിയാണി എന്നൂടെ? ഓക്കെ, ശരി. ഒരു മിനിറ്റ് വിളിക്കാം. ഗണേഷേ, 5 മണിക്കുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ നാളെ മുതൽ വർക്കിന് വരണ്ട കേട്ടാ. എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോളൂന്ന്. ഇവരെല്ലാം തന്നെ ചൊറയായിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ, വെച്ചട്ടെ. സനീഷ, ശോഭേച്ചല്ല. നീ ഒന്ന് വീട് വരെ വരണം. ശോഭേച്ചിക്ക് എന്തോ ഒരു വയ്യായിക പോലെയുണ്ട്. സനീഷ, നീ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട്. ഡായട്ടൻ മരിച്ചതിന് ശേഷം ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് നിനക്ക് വേണ്ടി ജീവിച്ചതാ ശോഭേച്ചി. നീ അത് മനസ്സിലാക്കാണ്ട് പോയി. ഇനി ശോഭേച്ചിൻ്റെ ഓർമ്മ എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞു പോയി വഴിയും. അമ്മ, ഞാൻ വലുതാകുമ്പോ നമുക്ക് നല്ല ഫോൺ വാങ്ങിത്തരേ. ചൂട്ടുമണഞ്ഞു പോയി, പാട്ടും മുറിഞ്ഞു പോയി, ഞാനും ശൂന്യമായി.